ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് രണ്ട് റെസ്ക്യൂ കോൾ ഉണ്ട്. ഒന്നൊരു പാമ്പിൻ്റെയാണ്, രണ്ടാമത്തെ ഒരു മെരുകാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പോകാൻ നിൽക്കുന്നത് പാമ്പിനെയാണ്. പാമ്പ് പെട്ടെന്ന് നമുക്ക് റെസ്ക്യൂ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവർക്ക് പേടിയാണ് പാമ്പിൻ്റെ കാര്യത്തിൽ. മെരുകാവുമ്പോൾ വല്ലാണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, എൻ്റെ സുഹൃത്താണ് വിളിച്ചത്. സുഹൃത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് പാമ്പുള്ളത്. അതെല്ലാം നമുക്ക് പോയി നോക്കാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. തുടർന്നുള്ള വീഡിയോകൾ ചെയ്യാനും എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഓക്കെ, പോവാം. പുറത്തേക്കിടണോ? ഇട്ടാൽ വലിയ ഉപകാരമായി. ഭയങ്കര പേടിയാണ്. ഗ്യാപ്പുണ്ടോ അവിടെ എല്ലാം? ഇതന്നെ അവിടെ അങ്ങനെ നമ്മൾ റെസ്ക്യൂ ചെയ്തിരിക്കുന്ന ഇന്നത്തെ പാമ്പ് മൗണ്ടൻ ഡ്രിങ്കറ്റ് എന്നറിയപ്പെടുന്ന കാട്ടുപാമ്പിനെയാണ്. ഇതിനെ ഇവിടെ അടുത്ത് തന്നെ ഒരു കാട്ടിൽ റിലീസ് ചെയ്ത്. കാരണം അത് വിഷമില്ലാത്തൊരു ഐറ്റമാണ്. നമുക്ക് ബുദ്ധിമുട്ടൊന്നും അതിനെ കൊണ്ടില്ല. കാരണം ചേരാണെങ്കിലും ഈ ഇങ്ങനത്തെ കാട്ടുപാമ്പാണെങ്കിലും എല്ലാം വിഷമില്ലാത്ത ഐറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ അധികം ദൂര സ്ഥലങ്ങളിൽ കൊണ്ട് റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മളെ ഈ പ്രദേശത്ത് തന്നെ വേണം. കാരണം മറ്റേ പാമ്പുകളൊക്കെ നമുക്ക് ആവശ്യമില്ലായിട്ടല്ല, കാരണം അത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്. മൂർഖനാണെങ്കിലും അണലിയാണെങ്കിലും അങ്ങനത്തെ അവരെ കടിയേറ്റ് ആൾക്കാർ മരിക്കാൻ വരെ സാധ്യത കൂടുതലായതുകൊണ്ടാണ് അവരെ ഇവിടുന്ന് ദൂര സ്ഥലങ്ങളിൽ ഫോറസ്റ്റിൻ്റെ ഉൾക്കാടുകളിൽ കൊണ്ടുപോയാണ്ട് തന്നെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാവരും കെയർഫുള്ളായിരിക്കുക. കാരണം പാമ്പിൻ്റെ ശല്യം കൂടി വരികയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.